കലൂർ സ്റ്റേഡിയത്തിൽ മൃദംഗവിഷൻ നൃത്തപരിപാടി സംഘടിപ്പിച്ച സംഭവത്തിൽ GCDAയ്ക്ക് നോട്ടീസ് നൽകിയതിന് പിന്നാലെയാണ് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാനുള്ള പോലീസ് നീക്കം. നൃത്തപരിപാടിക്ക് മുമ്പ് സ്റ്റേജ് പരിശോധിക്കേണ്ടത് GCDA എഞ്ചിനീയറിംഗ് വിഭാഗമാണ്. ഇക്കാര്യത്തിൽ വീഴ്ച കണ്ടെത്തി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉഷയെ GCDA സസ്പെൻഡ് ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിൽ ഉദ്യോഗസ്ഥരുടെ അറസ്റ്റിലേക്കും പോലീസ് കടന്നേക്കാം. എസ്റ്റേറ്റ് വിഭാഗം എതിർത്തിട്ടും മൃദംഗവിഷന് GCDA ചെയർമാൻ K. ചന്ദ്രൻപിള്ള ഇടപെട്ട് സ്റ്റേഡിയം വാടകയ്ക്ക് നൽകിയതും വിവാദമായിരുന്നു. സംഭവങ്ങളിൽ ചെയർമാന്റെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തുമെന്നാണ് വിവരം. അതിനിടെ ചന്ദ്രൻപിള്ളയ്ക്കെതിരെ CPI രംഗത്ത് വന്നു. GCDA സ്റ്റേഡിയം നൽകിയതും മേൽനോട്ടത്തിൽ പിഴവ് പറ്റിയോ എന്നതും പരിശോധിക്കണമെന്നാണ് ആവശ്യം. അനുവാദം കൊടുക്കുമ്പോൾ അതിന് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചേ ചെയ്യാൻ പാടില്ല. ആരായാലും ചെയർമാൻ്റെ കാര്യങ്ങൾ പറയട്ടെ. ഇതിന് ഉത്തരവാദികളായ ആരെയും രക്ഷപ്പെടുത്താൻ ആരും ശ്രമിക്കാൻ പാടില്ല. പരിപാടിയിലേക്ക് കുട്ടികളെ എത്തിക്കുക ലക്ഷ്യമിട്ട നൃത്താധ്യാപകർക്കായി മൃദംഗവിഷൻ മുൻപ് പ്രത്യേക പരിപാടി നടത്തിയിരുന്നു. 6 മാസം മുൻപ് ഗുരുദക്ഷിണ എന്ന പേരിൽ കൊച്ചിയിലായിരുന്നു പരിപാടി. ഓരോ കുട്ടിക്കും 900 രൂപ എന്ന നിലയ്ക്ക് മൃദംഗവിഷൻ അധ്യാപകർക്ക് കമ്മീഷനായി നൽകിയിരുന്നെന്നും ബോധ്യമായി. വിശ്വാസവഞ്ചന കേസിൽ മൃദംഗവിഷന്റെ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചുള്ള പോലീസ് പരിശോധന തുടരുകയാണ്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.